ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാർട്ടി വെയർ സൽവാറിൻ്റെ ഡിസൈനാണ് നോക്കുന്നത്. മെയിനായിട്ട് സിൽക്ക് ത്രെഡും ആൻറ്റി ഗോൾഡൻ ബീഡ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വർക്ക് ചെയ്യാനായിട്ട് പാറ്റേൺ ഫാബ്രിക്കിലോട്ട് വരച്ചെടുക്കണം. യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ പാറ്റേണിൽ ഓരോരോ പോർഷനായിട്ട് നമുക്ക് തുന്നിയെടുക്കാം. അതിനായിട്ട് ആദ്യം സിൽക്ക് ത്രെഡ് 8 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ പോർഷനാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. ഇതുപോലുള്ള 3 ലീവ്സാണ് നമുക്ക് അടുത്തടുത്ത് വരുന്നത്. ഇനി ലീഫിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന പോർഷനിൽ ഗോൾഡൻ ബീഡ്സ് ആണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. അതിനായിട്ട് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഓരോ ഗോൾഡൻ ബീഡ് വീതം തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻറ്റിക് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓരോ ലീഫിൻ്റെ ഉള്ളിലായിട്ടും 2 ഗോൾഡൻ ബീഡ് വീതം തുന്നിയെടുക്കുന്നുണ്ട്. ഇനി പാറ്റേണിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. റൗണ്ട് പോർഷൻ മാർക്ക് ചെയ്തേക്കണമെങ്കിൽ ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം ആ റൗണ്ട് പോർഷനിൽ സീക്വൻസ് ഒന്ന് പുറത്ത് തുന്നിയെടുക്കുകയാണ്. നോർമൽ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് സീക്വൻസ് തുന്നിയെടുക്കുന്നത്. ഈ റൗണ്ടിനുള്ളിലായിട്ട് സിൽക്ക് ത്രെഡ് 14 സ്ട്രാൻഡ്സ് എടുത്തിട്ട് റിംഗ് നോട്ട് ഫ്ലവർ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് ഹാഫ് ബീഡ് തുന്നിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻഡ് നോട്ട് എങ്ങനെ ഇടണമെന്നുള്ളത് നോക്കാം.
ത്രെഡ് 8 സ്റ്റാൻഡ്സ് എടുത്തിട്ട് ലേസി ഡേസി സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തൊരു ചെറിയ ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം വൈറ്റ് ഹാഫ് ബീഡ് ഒന്ന് സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റിനായിട്ട് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള ലുക്ക് കണ്ടു നോക്കാം.